ഹായ് എവ്രിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ മൊത്തമായിട്ട് 12 ടെൻസസ് ആണുള്ളത്, 12 ടെൻസുകളാണുള്ളത്. ഇതിൽ ഓൾറെഡി കുറച്ച് ടെൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവർ വീഡിയോ പോയിട്ട് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ദ വീഡിയോ. പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും നമുക്ക് ആദ്യം പഠിക്കണം അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സോ ഇതാണ് ഒരു സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ്ലി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ V3 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, V1 എന്താണ്, V2 എന്താണ്, V3 എന്താണ് എന്നുള്ളതൊക്കെ. V1, V2, V3 എന്നൊക്കെ ഉള്ളത് ഒരു വേർബിന്റെ, വേർബ് എന്ന് വെച്ചാൽ എന്താണ്, ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി. ആ വേർബിന് മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ 3 ഫോമുകളാണുള്ളത്, V1, V2, V3 എന്ന് നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ V1 എന്ന് വെച്ചാൽ അതിന്റെ ബേസ് ഫോം, നമ്മളത് എങ്ങനെയാണോ പറയുന്നത് അത് തന്നെ. ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ പറയുന്ന പോലത്തെ വേർബ്സ്, അതായത് ഗോ, ഈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് V1. ഇനി V2 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. V2 ആകുമ്പോഴത്തേക്ക് ഗോ എന്നുള്ളത് വെന്റ് ആയി, ഈറ്റ് എന്നുള്ളത് എയ്റ്റ് ആയി. ഇനി തേർഡ് ഫോം ഓഫ് ദ വേർബ് V3, അതിന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല. V1, V2, V3. ഗോന്റെ V3 എന്താണ്, ഗോൺ. എയ്റ്റിന്റെ V3 എന്താണ്, ഈറ്റൻ. സോ ഗോ, വെന്റ്, ഗോൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഇങ്ങനെയാണ് നമ്മൾ V1, V2, V3 എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, എല്ലാ വേർഡ്സിന്റെയും V1, V2, V3 എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എന്നൊക്കെ. അതിന് നമ്മൾ ഗൂഗിളിലൊക്കെ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ പഠിച്ചും കണ്ടും കേട്ടൊക്കെ അറിയുന്നതാണ് V1, V2, V3 എന്താണെന്നുള്ളത്. അല്ലാതെ ഇത് അറിയാൻ വേണ്ടിയിട്ട് വേറെ വഴികളില്ല. അപ്പോൾ നമുക്ക് നോക്കാം. സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് ചേർക്കണം, അതിനുശേഷം V3 ചേർക്കണം. സോ ഇതാണ് ഒരു സ്ട്രക്ചർ, നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്ക് നോക്കാം. ഐ ഹാഡ് eaten. I സബ്ജക്റ്റ്, ഹാഡ് V3, eaten. പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്? നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എന്തിനാണ്, പാസ്റ്റ് ടെൻസ് പോരെ. ഇതിന്റെ യൂസ് ശരിക്കും എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സോ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മേക്ക് ഷുവർ നിങ്ങൾ എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളത്. സോ നമുക്ക് ഇതിന്റെ യൂസേജസ് പഠിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 കാര്യങ്ങൾ നടന്നിട്ട് അതിൽ മുന്നേ നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ആദ്യം ഏത് കാര്യം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. 2 കാര്യങ്ങൾ നടക്കണം. ഫോർ എക്സാമ്പിൾ, 2 കാര്യങ്ങളിൽ ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവൾ വരുന്നതിന് മുമ്പ് ട്രെയിൻ പോയി. സോ ഇവിടെ 2 കാര്യങ്ങൾ നടന്നു അല്ലേ? അവൾ വരികയും ചെയ്തു, ട്രെയിൻ പോവുകയും ചെയ്തു. 2 സെന്റൻസുകൾ നടന്നു, 2 കാര്യങ്ങൾ നടന്നു. അപ്പൊ അതിലെ ഫസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അവൾ വരുന്നതിന് മുമ്പേ ട്രെയിൻ പോയി. അപ്പൊ ഫസ്റ്റ് നടന്ന കാര്യം എന്താണ്, ട്രെയിൻ പോയി എന്നുള്ളതാണ് ഫസ്റ്റ് നടന്നത്. സോ അതാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പൊ നമുക്ക് ട്രെയിൻ എന്താ ഇനി വേണ്ടേ, ഹാഡ് പ്ലസ് V3 അല്ലേ? ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ സ്റ്റേഷൻ വിട്ടുപോയി എന്നൊക്കെ പറയണമെങ്കിൽ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ. ട്രെയിൻ വിട്ടുപോയി എന്തിനു മുമ്പാണ്, അവൾ വരുന്നതിന് മുമ്പ്, ബിഫോർ ഷീ came. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റത്തെ എഴുതുമ്പോഴാണ് ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്തു അല്ലേ? ഇനി ഈ സെന്റൻസ് എഴുതുമ്പോൾ ഇത് ഇവിടെ V2 ആണ്, പാസ്റ്റ് ടെൻസ് ആണ് ആക്കണ്ടേ, രണ്ടാമത്തെ ഭാഗം.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തേത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു, അതിൽ ഇന്നതിന് മുമ്പ് ഇന്ന കാര്യം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു. അവൾ വരുന്നതിന് മുമ്പ് ട്രെയിൻ പോയി. രണ്ട് കാര്യം ഏതാ? അവൾ വന്നു എന്നുള്ളതൊരു കാര്യം പാസ്റ്റിൽ നടന്നു, അതിന്റെ മുമ്പേ ട്രെയിൻ പോയി എന്നുള്ളതും നടന്നു. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? വരുന്നതിന് മുമ്പേ ട്രെയിൻ പോയിട്ടുണ്ടല്ലേ. ട്രെയിൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെ വരുന്നത്. സോ ഫസ്റ്റ് എന്താണ്? ട്രെയിൻ പോയതാണ് നടന്നത്. സോ നമുക്ക് അതിന്റെ കൂടെയാണ് ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ ബിഫോർ ഷീ കെയിം. അവൾ വരുന്നതിന് മുമ്പ് ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോയി. ക്ലിയർ ആണോ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെന്റൻസ് നോക്കാം. ദിലീപ് എന്നുള്ള ആള്, ദിലീപ് എന്നുള്ള ആക്ടറിനെ നമുക്കറിയാം അല്ലേ. ദിലീപ് കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മഞ്ജുവിനെ കല്യാണം കഴിച്ചു. ദിലീപ് എന്നുള്ള ആക്ടർ കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മഞ്ജുവിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് കാവ്യനെ കല്യാണം കഴിക്കുക, പാസ്റ്റിൽ നടന്നു. അതിനു മുമ്പ് മഞ്ജുവിനെ കല്യാണം കഴിക്കുക. രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ദിലീപ് കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മഞ്ജുവിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഫസ്റ്റ് കാര്യമാണ് അല്ലെ. ഫസ്റ്റ് കാര്യം മഞ്ജുവിനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ദിലീപ് കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മഞ്ജുവിനെ കല്യാണം കഴിച്ചു. രണ്ട് സെന്റൻസ് ഉണ്ട്. ഒന്ന് കാവ്യനെ കല്യാണം കഴിച്ചു, രണ്ട് മഞ്ജുവിനെ കല്യാണം കഴിച്ചു. അപ്പൊ ഫസ്റ്റ് നടന്നത് ഇതാ മഞ്ജുവിനെ കല്യാണം കഴിക്കലായതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ദിലീപ് പറയൂ ഹാഡ് പ്ലസ് V3. ഫസ്റ്റ് ചെയ്ത കാര്യത്തിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ദിലീപ് ഹാഡ് മാരീഡ് ആരെ? മഞ്ജു before he married രണ്ടാമത്തത് കാവ്യ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റിന്റെ കൂടെയാണ് ഹാഡ് പ്ലസ് V3 ചേർക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ V2 പാസ്റ്റ് ആണ് ചേർക്കുന്നത്. മാരി എന്നുള്ള വേർബിന്റെ V2 V3 ഒന്നായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അപ്പൊ ഇവിടെ ചേർക്കുന്നത് പാസ്റ്റ് ആയിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പൊ ദിലീപ് കാവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മഞ്ജുവിനെ കല്യാണം കഴിച്ചു എന്ന് പറയാനായിട്ട് ദിലീപ് ഹാഡ് മാരീഡ് മഞ്ജു ബിഫോർ ഹി മാരീഡ് കാവ്യ. ഇസ് ദിസ് ക്ലിയർ ടു യു? ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമന്റ് സെക്ഷനിൽ ഒരു സെക്കൻഡ് എടുത്തിട്ട് ക്ലിയർ ആയി എന്നുള്ളതൊന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ഒരു പോർഷനിൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതും കോമന്റ് സെക്ഷനിൽ അറിയിക്കാം. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡോക്ടർ വരുന്നതിന് മുമ്പ് രോഗി മരിച്ചു. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ. രോഗി മരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഡോക്ടർ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം രോഗി മരിച്ചു എന്നായതുകൊണ്ട് നമ്മൾ എങ്ങനെയാ പറയാ? ദ പേഷ്യന്റ്. ആദ്യത്തെ കാര്യത്തിന്റെ കൂടെയാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യേണ്ടത്. പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. ഡോക്ടർ വരുന്നതിന് മുമ്പ് രോഗി മരിച്ചു. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ കെയിം. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ V2 ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. രേഖ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ലഞ്ച് പാക്ക് ചെയ്തു. ഇതെങ്ങനെയാ പറയാ? രേഖ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ലഞ്ച് പാക്ക് ചെയ്തു. അപ്പൊ ആദ്യം ചെയ്തത് ലഞ്ച് പാക്ക് ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? രേഖ ഹാഡ് പ്ലസ് V3. രേഖ ഹാഡ്, പാക്കിന്റെ V3 പാക്ഡ് ആണ്. രേഖ ഹാഡ് പാക്ഡ് ദ ലഞ്ച് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബിഫോർ ഷീ പോവുക. ഇവിടെ V2 ആണ് ചേർക്കേണ്ടത് അല്ലേ. ബിഫോർ ഷീ വെന്റ് ടു ദി ഓഫീസ്. സോ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് രേഖ ലഞ്ച് പാക്ക് ചെയ്തു. ഇവിടെ നമുക്കറിയാം ഹാഡ്
ഹാഡ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ V2 അഥവാ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഒരു കാര്യത്തിന് മുമ്പ് ഒരു കാര്യം നടന്നു എന്ന് പറയാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവനെ കണ്ടു. ഈ ഒത്തിരി കാര്യങ്ങൾ, 2 കാര്യങ്ങളും പാസ്റ്റിൽ നടന്നതായിരിക്കും. അതിൽ ഇന്ന കാര്യത്തിന് മുന്നേ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഐ വെന്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയി, കഴിഞ്ഞു. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? 2 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന കാര്യത്തിന് മുന്നേ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതും കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, കൺസിഡർ hitting the like button and also subscribe to this channel. Thank you.